ഇന്തോനേഷ്യയിൽ പിടിയിലായ ഛോട്ടാ രാജനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് അധോലോക നായകൻ ഛോട്ടാ ഷക്കീൽ. അതേസമയം ദാവൂദിനെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായികളിൽ ഏറ്റവും പ്രബലനായ ഇപ്പോൾ ഛോട്ടാ ഷക്കീൽ തന്നെയാണ് ഛോട്ടാ രാജനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ കൂടി സഹായത്തോടും ഒപ്പം റോ അടക്കമുള്ളവരുടെ സഹായത്തോടും കൂടി ഛോട്ടാ രാജനെ പിടിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയും ഛോട്ടാ രാജനെ ഇന്ത്യയിലേക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ ഛോട്ടാ ഷക്കീൽ തന്നെ ഛോട്ടാ രാജനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 2000-ൽ ബാങ്കോക്കിൽ വെച്ച് ഇത്തരത്തിൽ ഛോട്ടാ രാജനെ വധിക്കുവാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായികൾ ഛോട്ടാ ഷക്കീലിന്റെ നേതൃത്വത്തിലുള്ളവർ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിസാഹസികമായി ഛോട്ടാ രാജൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനു മുമ്പ് ഫിജിയിൽ വെച്ചും ഇത്തരത്തിലൊരു കൊലപാതകത്തിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടായിരുന്നു ഛോട്ടാ രാജൻ തുടർന്ന് ഇന്തോനേഷ്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നത്. തുടർന്ന് ഓസ്ട്രേലിയൻ പോലീസിന്റെ അടക്കമുള്ളവരുടെ സഹായത്തോടും ഇവരുടെ വിവരം ലഭിച്ചതും അനുസരിച്ചാണ് റോയ് അടക്കമുള്ളവരുടെ പിൻബലത്തോടു കൂടിയാണ് ഛോട്ടാ രാജനെ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നത്. ഇതിനെ തുടർന്ന് ഛോട്ടാ രാജനെ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഛോട്ടാ ഷക്കീൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ ഛോട്ടാ രാജനെ എവിടെ വെച്ചാണെങ്കിലും വധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഛോട്ടാ രാജനെ മറ്റു നിയമ നടപടികൾക്ക് വിധേയമാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനാൽ തന്നെ തങ്ങളുടെ മറ്റു രഹസ്യങ്ങളടക്കം ഒരുപക്ഷെ വെളിപ്പെടുത്തിയേക്കാവുന്ന ഛോട്ടാ രാജനെ ജീവനോടെ വച്ചേക്കില്ലെന്ന് കൂടിയാണ് ഇപ്പോൾ ഛോട്ടാ ഷക്കീൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റൊരു കാര്യങ്ങൾക്ക് കൂടി രാഷ്ട്രം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് വി കെ സിംഗ് അടക്കം ഇന്തോനേഷ്യയിൽ സന്ദർശിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളും വ്യക്തമാകുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഒപ്പം റോ അടക്കം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അടക്കം രണ്ടു തട്ടിലായിരുന്നുവോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സോമി.